നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു ദിവസം തന്നെ എത്ര കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്. അല്ലെ, ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ തന്നെ ഈ പല കുഞ്ഞുങ്ങളും ജനിച്ചതിന് തൊട്ട് പിന്നാലെ അനാഥരായി പോകുന്ന സംഭവങ്ങൾ കൂടിയുണ്ട്. അത്തരത്തിൽ ഒന്നിലേക്കാണ് ജാർഖണ്ഡ് സ്വദേശികളായ അച്ഛനമ്മമാർ സ്വകാര്യ ആശുപത്രി ഐസിയുവിൽ ഉപേക്ഷിച്ച് പോയ കുഞ്ഞിന് സർക്കാരിന്റെ കരുതൽ. 1.5 മാസത്തെ ചികിത്സയ്ക്കു ശേഷം കുഞ്ഞിനെ ഇന്ന് ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ടിന്റെ അഭ്യർത്ഥന മാനിച്ച് ആരോഗ്യ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കുഞ്ഞിന് നിധി എന്ന് പേരിട്ടു. കുഞ്ഞിന്റെ പ്രത്യേക പരിചരണം നടത്തിയ ന്യൂ ബോൺ കെയറിലെ നഴ്സുമാർ നിധിയെ പിരിയുന്ന വേദനയിലുമാണ്. ഒരു ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ. ഭാര്യയുടെ പ്രസവത്തിനായി അവർ നാട്ടിലേക്ക് തിരിച്ചു. ട്രെയിനിൽ വെച്ച് അസ്വസ്ഥതകളുണ്ടായി. യാത്ര പൂർത്തിയാക്കാതെ ഭാര്യയെ അയാൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധികം വൈകാതെ അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. 1 കിലോയിൽ താഴെ മാത്രം ഭാരമുള്ളതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ NICUവിലേക്ക് മാറ്റി. പിന്നീട് അച്ഛനെയും അമ്മയെയും കാണാതെയായി. ഒന്നും തിരിച്ചറിയാനാവാത്ത പ്രായത്തിൽ അവൾ ഉപേക്ഷിക്കപ്പെട്ടു. മുമ്പ് പലരും പറഞ്ഞ പോലെ ഉപേക്ഷിക്കപ്പെടുക എന്നതിനപ്പുറം വേദനയുണ്ടാക്കുന്ന മറ്റൊന്നും ഈ ഭൂമിയിലില്ല. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജ് കുഞ്ഞിന്റെ സംരക്ഷണവും ചികിത്സയും ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകി. തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ പരിചരണം. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ 950 ഗ്രാം മാത്രമായിരുന്നു കുഞ്ഞിന്റെ തൂക്കം. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ചികിത്സ ഏകോപിപ്പിച്ചു. നമുക്ക് അറിയാം, ഒരു ചില ജീവിത സാഹചര്യങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ കുഞ്ഞാണെന്ന് കരുതുന്നു. അന്ന് ഏറ്റെടുക്കുന്ന സമയത്ത് 31 ആഴ്ച മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നു. ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതിന് അപ്പോഴും ഓക്സിജൻ സപ്പോർട്ടിലായിരുന്നു ആ കുട്ടിയെന്ന്. ആ ഓക്സിജൻ സപ്പോർട്ടിൽ നിന്ന് മാറ്റിയെടുക്കുക ഒരു ചലഞ്ചായിരുന്നു. എക്സ്ട്രീം പ്രീ ടൈം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് സെപ്സിസിന്റെ ഇൻഫെക്ഷന്റെ സാധ്യതകളുണ്ടായിരുന്നു. അത് തടയുക എന്നുള്ളത് അത് വലിയ പ്രധാനപ്പെട്ടായിരുന്നു. കുട്ടിക്ക് നല്ല രീതിയിൽ അനീമിയ ഉണ്ടായിരുന്നു, രക്തക്കുറവ് ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടി വന്നു. പിന്നെ ഓറൽ സപ്ലിമെന്റേഷൻ വഴിയുള്ള അയണും മൾട്ടിവൈറ്റമിനും വെച്ചിട്ടാണ് പോയത്. ആശുപത്രിയിലെ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിലെ എല്ലാവർക്കും ആ കുഞ്ഞ് വേഗത്തിൽ പ്രിയപ്പെട്ടതായി. ഒരമ്മയ്ക്ക് പകരം ഒരുപാട് അമ്മമാർ. പിരിയാൻ കഴിയാത്ത വിധം അവർക്കിടയിൽ നിധിയോട് സ്നേഹമുണ്ടായി. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ് നോക്കിയത്. വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, ബേബിനെ നോക്കാനായിട്ട് ഞങ്ങളുണ്ട്. അന്ന് മുതലേ ഉള്ളവരാണ്. എല്ലാവർക്കും നല്ല വിഷമമുണ്ട് ഇവിടുന്ന് കുഞ്ഞ് പോകുമ്പോഴത്തേനും. വന്നപ്പോൾ 1 കിലോയിൽ വന്ന കൊച്ചാണ് ഇപ്പോൾ 2.5 kg ആയിട്ടുണ്ട്. ഓരോ 2 അവേഴ്സിലും നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ അത് നമ്മൾ മറക്കാതെ നമ്മൾക്ക് ആ ഫീഡിൽ ഏതൊക്കെ മരുന്നുകൾ കൊടുക്കണം എന്നല്ല എല്ലാവർക്കും കാണാപ്പാടമാണ്. ഇപ്പോൾ ഒരു 2 അവേഴ്സ് കൂടുമ്പോൾ നമ്മൾ ഫീഡ് കൊടുക്കുന്നത് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കും. ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന തോന്നൽ പോലും ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ കുഞ്ഞിന് നിധി എന്ന പേര് നൽകി. സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിൽ നിധി പോകുന്നത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയാൻ ഇന്ന് ഒരുപാട് പേരുണ്ട്. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് കുഞ്ഞ് പോണതിൽ. ഞങ്ങൾ അതുപോലെ കുഞ്ഞിനെ നോക്കിയതാണ്. ഓരോ 2 മണിക്കൂറും ഫീഡ് കൊടുത്തും എല്ലാ രീതിയിലും ഞങ്ങൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും, ഡോക്ടേഴ്സ്, മാഡം, സാറ് എല്ലാം എപ്പോഴും അന്വേഷിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സഹകരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒത്തിരി അധികം ദുഃഖമുണ്ട്. കൊച്ചിൻ്റെ കരച്ചിലും ചിരിയും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു നമുക്കും കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു സന്തോഷം. കാഴ്ച സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മാധവൻ എന്ന കഥാപാത്രത്തിന്റെ സംഭാഷണം ഇങ്ങനെയാണ്: സാറേ, നമുക്ക് ഇവനെ അങ്ങ് തിരികെ കൊണ്ടുപോയാലോ? സാർ അവരോടൊന്ന് പറയാമോ? സ്നേഹത്തിന്റെ ഭാഷയിൽ ഇവർ ഒരുപാട് വട്ടം ഈ വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ശരിയാണ്, ഒരു ബന്ധവുമില്ലാത്ത, അതിർത്തിയുടെ അടയാളങ്ങളില്ലാത്ത ഈ സ്നേഹം അത്രമേൽ മനോഹരമാണ്. ന്യൂസ് മലയാളം, കൊച്ചി.